നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പ് കഴിഞ്ഞു. ട്രാൻസ്ഫർ ജാലകം സജീവമാണ്. ഫുട്ബോൾ ലോകം ക്ലബ് ഫുട്ബോളിൻ്റെ ആവേശത്തിലേക്ക് പതിയെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ബാഴ്സലോണ ഏതായാലും ഇതിനിടയ്ക്ക് ഒരു യുവതാരത്തെ സ്വന്തമാക്കിയിട്ടുണ്ട്. ക്ലബ് ബ്രൂഗയിൽ നിന്ന് ജെസെ ബിസ്യൂവെ അവർ സ്വന്തമാക്കി എന്ന കാര്യം ഫബ്രിസിയോ റൊമാനോ സ്ഥിരീകരിക്കുന്നു. ഇത് ഷുവർ ഫയർ ആയിട്ടുള്ള കാര്യമാണ്. ഫബ്രിസിയോ അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ ഹിയർ വി ഗോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. അതായത് 18കാരനായിട്ടുള്ള താരത്തെയാണ് ക്ലബ് ബ്രൂഗയിൽ നിന്ന് ബാഴ്സലോണ എത്തിക്കുന്നത്. 8.5 മില്യൺ ഫിക്സഡ് ഫീസും പ്ലസ് 20% സെല്ലോൺ ക്ലോസുമായിരിക്കും ഉണ്ടാവുക എന്നാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ ഫബ്രിസിയോ അറിയിച്ചിരിക്കുന്നത്. അതേസമയം ബാഴ്സലോണ ഐമറിക് ലപ്പോർട്ടിനായിട്ട് നീക്കങ്ങൾ നടത്തുന്നു എന്ന വിവരം പുറത്തുവിടുന്നു സ്പോർട്ട്. ഐമറിക് ലപ്പോർട്ടും പാവ് കുബാർസിയും ചേർന്നുകൊണ്ട് മികച്ച പ്രകടനമാണ് വേൾഡ് കപ്പിൽ സ്പെയിനു വേണ്ടി നടത്തിയിരുന്നത്. അപ്പോൾ ആ ഒരു പെയറിങ് വളരെ മികച്ച രൂപത്തിലൊരു കെമിസ്ട്രി അതിലുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഐമറിക് ലപ്പോർട്ടിന് വേണ്ടി ഇപ്പോൾ ബാഴ്സലോണയുടെ ശ്രമം നടക്കുന്നത്. സ്പോർട്ടിൻ്റെ റിപ്പോർട്ട് ഇങ്ങനെയാണ്: ബാഴ്സ ആർ ഗോയിങ് ആഫ്റ്റർ ഐമറിക് ലപ്പോർട്ടെ. ക്ലബ്ബ് ഓൾറെഡി അദ്ദേഹത്തിൻ്റെ അടുത്ത വൃത്തങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഒരു പുതിയ കോൺവെർസേഷൻ ഈ ആഴ്ച ഉണ്ടാകും എന്നുകൂടി അവർ അറിയിക്കുന്നു. പ്ലെയർ ഈ ഒരു മൂവിനെ ഫേവറബിളി ആണ് കാണുന്നത്. അദ്ദേഹത്തിനും താല്പര്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ നിലവിലെ റിലീസ് ക്ലോസ് 15 മില്യൺ യൂറോയാണ്. ഏതായാലും കുബാർസിയുമൊത്ത് അദ്ദേഹം നടത്തിയിട്ടുള്ള ആ ഒരു വേൾഡ് കപ്പിലെ മികച്ച പ്രകടനം ബാഴ്സലോണ വലിയ രൂപത്തിലാണ് ഇപ്പോൾ വലിയ പ്രാധാന്യത്തോടു കൂടിയാണ് എടുത്തിരിക്കുന്നത് എന്ന് തന്നെ കൃത്യമായിട്ട് സ്പോർട്ട് റിപ്പോർട്ട് ചെയ്യുന്നു. ലപ്പോർട്ടയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, അദ്ദേഹം വളരെ കപ്പാസിറ്റിയുള്ളൊരു കളിക്കാരനാണ് എന്ന കാര്യത്തിൽ തർക്കമേ ഇല്ല. അദ്ദേഹം ഇടക്കാലത്ത് യൂറോപ്യൻ ലീഗൊക്കെ വിട്ട് ക്രിസ്ത്യാനോ റൊണാൾഡോക്കൊപ്പം കളിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അൽ നസറിൻ്റെ സെൻറ്റർ ബാക്കായിട്ട് അദ്ദേഹം ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ നിന്ന് അധികം വൈകാതെ തന്നെ അദ്ദേഹം തിരികെ യൂറോപ്യൻ ഫുട്ബോളിലേക്ക് തന്നെ മടങ്ങി വരുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. എന്നിട്ട് അദ്ദേഹം സ്പാനിഷ് ഫുട്ബോളിൽ അത്ലറ്റിക് ബിൽബാവോക്ക് വേണ്ടി 2025 മുതൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്നാണ് ഇപ്പോൾ അദ്ദേഹത്തെ സ്വന്തമാക്കാൻ ബാഴ്സ ശ്രമിക്കുന്നത്. ഇത് ഏത് രൂപത്തിൽ പുരോഗമിക്കും കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.